ഞാൻ എത്തിയത് ഒരുപാട് പൂക്കൾ കാണാൻ വന്നതാണ്. പല നിറത്തിലും പല ആകൃതിയിലും പല വലുപ്പത്തിലുള്ള ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ എൻ്റെ ചുറ്റും. അതെ, ഞാൻ എത്തിയത് അമ്പലവയൽ പൂപ്പൊലി കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എത്തിയാൽ ഞാനൊരു മാജിക്കൽ വേൾഡിൽ എത്തിയ മാതിരിയാണ് എനിക്ക് തോന്നിയത്. കണ്ണിനും മനസ്സിനൊക്കെ ഭയങ്കര പോസിറ്റീവ് വൈബ് കേട്ടോ. നമ്മൾ കാണാതായിട്ടുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കുറേ പ്രോട്ടോക്കോൾ ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, പൂ പറിക്കാനോ തൊടാനോ അങ്ങനത്തെ പരിപാടി ഒന്നും പറ്റില്ല. പൂ പറിക്കേണ്ട ആവശ്യമില്ല. പൂ നമ്മുടെ കയ്യിൽ കണ്ടാൽ തന്നെ നമ്മളെടുത്തുനിന്ന് ഫൈൻ ഇവിടുന്ന് വാങ്ങും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രത്തോളം ഒരു പൂക്കൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല നിറത്തിലും പല ഭംഗിയിലുള്ള പൂക്കൾ നമുക്കിങ്ങനെ നടന്ന് ഇതിങ്ങനെ കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഞാൻ വന്ന സമയത്ത് നല്ല റഷുള്ള സമയമാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കൊല്ലത്തിൽ ഒരിക്കലും സംഭവിക്കുന്നതല്ലേ. പല നാട്ടിൽ നിന്നും പല ആൾക്കാരും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ നാട്ടിലുള്ളവരെ തന്നെ അവിടെ നിന്ന് കാണാം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അവിടേക്ക് പോയത്. പോകുമ്പം ചുരത്തിലൊന്നും ബ്ലോക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. കാരണം ചുരത്തിൽ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചുരത്തിലെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് വരിക. ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഫെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് നോക്കണ്ട. ചിലപ്പോൾ നല്ല റഷായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ഓൺലൈനിൽ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നേരം കുറേ ആൾക്കാർ അത് ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്ന് അറിയുന്ന കാര്യം, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരിക വെച്ചാൽ വരിയും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കയറി ചെല്ലാം കേട്ടോ. അപ്പോൾ ഈ ടിക്കറ്റ് വരിക നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളെ ഒരു PDF ആയിട്ട് നമ്മളെ മെയിലിലേക്കാണ് വരിക. അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്